കഷ്ടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുവാനുള്ള താല്പര്യത്തോടെ അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നവരെ നാം എപ്പോഴും കാണാറുണ്ട്. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടാകും. അത് വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ മിക്കപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുന്നവർ പ്രത്യക്ഷത്തിൽ ചെയ്തില്ലെങ്കിൽ പോലും പരോക്ഷമായി ഈ വേദനിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നത് കാണാവുന്നതാണ്. അത് അവരെ കുത്തി നോവിക്കുന്നതിന് തുല്യമാണ്. എല്ലാം വ്യക്തമായി അറിയാതെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് കൂടുതൽ കഷ്ടങ്ങളിലേക്ക് അവരെ വലിച്ചിഴയ്ക്കുക മാത്രമേ ചെയ്യൂ. ഇയ്യോബിൻ്റെ പുസ്തകമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയ്യോബിൻ്റെ സ്നേഹിതർക്ക് പറ്റിയ വലിയ അമിളി അവർ ഇയ്യോബിനെ മനസ്സിലാക്കാതെ അവനെ ആശ്വസിപ്പിക്കും വിധം സംസാരിച്ചു. പക്ഷേ അത് അവന് കൂടുതൽ വേദന ഉണ്ടാക്കി. കഷ്ടങ്ങളിൽ അവനെ ആശ്വസിപ്പിക്കുവാനും അവൻ്റെ ഏകാന്തതയിൽ അവനോട് കൂടെയിരിക്കുവാനും വന്നവർ ഇപ്പോൾ അവന് കൂടുതൽ വേദനയുണ്ടാക്കുന്നവരായി തീർന്നു. ഇന്ന് നാം ഇയ്യോബിൻ്റെ പുസ്തകം 6 മുതലുള്ള അധ്യായങ്ങളാണ് പഠിക്കുവാൻ പോകുന്നത്. 5-ാം അധ്യായം വരെ നാം ചിന്തിച്ചല്ലോ. ആ ഭാഗം എടുത്താട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം അധ്യായം വരെ നാം ഈ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. ഇയ്യോബിൻ്റെ അനുഭവം തന്നെ നമുക്ക് തുടർന്ന് കാണാവുന്നതാണ്. 4-ഉം 5-ഉം അധ്യായങ്ങളിൽ എലീഫസ് തൻ്റെ അഭിപ്രായം അറിയിച്ചു. തിന്മ ചെയ്തതുകൊണ്ടാണ് ഇയ്യോബിന് ഈ അനുഭവം എന്നാണ് എലീഫസിൻ്റെ ഭാഷ്യം. എലീഫസിനോട് ഇയ്യോബ് പറയുന്ന മറുപടിയിൽ 3 പ്രധാന കാര്യങ്ങളുണ്ട്. 1, എൻ്റെ സാഹചര്യത്തിൽ എന്നോട് സഹതപിക്കാതെയാണ് നീ ഉപദേശങ്ങളെല്ലാം എനിക്ക് നൽകുന്നത്. 2, നിന്റെ വിമർശനങ്ങൾ വാസ്തവത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, പിന്നെയോ നിന്റെ അനുഭവത്തെ ആധാരമാക്കിയാണ്, നിന്റെ തോന്നലുകളുടെ വെളിച്ചത്തിൽ. 3, ഞാൻ എന്തുകൊണ്ടാണ് ഈ കഷ്ടം അനുഭവിക്കുന്നത് എന്നുള്ള എൻ്റെ അടിസ്ഥാന പ്രശ്നത്തിന് നീ ഇതുവരെ മറുപടി നൽകിയില്ല. എന്തുകൊണ്ടാണ് താൻ ഈ അതികഠിന വേദനയിൽ കൂടി പോകുന്നതെന്ന് ഇയ്യോബിനും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെ അവനൊരു ഉത്തരം അന്വേഷിച്ചപ്പോൾ ദൈവത്തോട് സത്യമായിരിക്കുവാൻ ഇയ്യോബ് തീരുമാനിച്ചു. 6-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന ഇയ്യോബിൻ്റെ മറുപടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, എൻ്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ, എൻ്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ. ഇയ്യോബ് വ്യസനകരമായ ഒരു അപേക്ഷയാണ് ഇവിടെ പുറപ്പെടുവിക്കുന്നത്. അവൻ പറയുന്നു, എൻ്റെ ദുഃഖം എത്രമാത്രം ഭയങ്കരമാണെന്ന് എനിക്ക് തന്നെ പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നില്ല. അവൻ പറയുന്നു, ഇത് ഭയങ്കരമാണ്, എനിക്ക് സംഭവിച്ച ഈ ഭയാനകമായ സംഗതി എനിക്ക് വിശദീകരിക്കുവാൻ കഴിവില്ല. എലീഫസ് ഒരു വിധത്തിലും ഇയ്യോബിനെ സഹായിച്ചില്ല എന്ന് നമുക്കിപ്പോൾ കാണാവുന്നതാണ്. നിന്നിൽ ഏതോ രഹസ്യ പാപമുണ്ടെന്നും ഈ പ്രതിസന്ധിക്കുള്ള ഒരേ ഒരു പരിഹാരം പാപം ഏറ്റുപറഞ്ഞ് ദൈവവുമായി നിരപ്പ് പ്രാപിക്കുന്നതാണെന്നും പറഞ്ഞാൽ അത് എല്ലായ്പ്പോഴും ശരിയാകുകയില്ല. ഇയ്യോബ് പറയുന്നത്, എൻ്റെ പ്രശ്നം എന്താകുന്നു എന്ന് നീ മനസ്സിലാക്കണമെന്നത്രേ. എലീഫസ് ഇവിടെ വിഷയത്തിൽ നിന്നും വളരെ മാറിയാണ് സംസാരിക്കുന്നത്. അവൻ വളരെയേറെ നല്ല കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങൾ, ഒന്നാന്തരം കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ ഇയ്യോബിനെ സഹായിച്ചില്ല. ക്രിസ്തു ആകുന്നു ഏക ഉത്തരമെന്ന് പറയുമ്പോൾ തന്നെ ചോദ്യം എന്താകുന്നു എന്ന് അനേകർക്കും പറയുവാൻ കഴിവില്ലാത്തതുപോലെയാണിത്. എലീഫസ് നൽകിയതിനേക്കാൾ വളരെ കൂടുതൽ ഇയ്യോബിന് ആവശ്യമുണ്ട്. മുറിവേറ്റ ഒരു മൃഗത്തെപ്പോലെ ഇയ്യോബ് കരയുന്നു. 3 മുതലുള്ള വാക്യങ്ങൾ, അത് കടൽപ്പുറത്ത് മണലിനേക്കാൾ ഭാരമേറുന്നത്, അതുകൊണ്ട് എൻ്റെ വാക്ക് തെറ്റിപ്പോകുന്നു. സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, അവയുടെ വിഷം എൻ്റെ ആത്മാവ് കുടിക്കുന്നു. ദൈവത്തിൻ്റെ ഘോരത്വങ്ങൾ എൻ്റെ നേരെ അണിനിരന്നിരിക്കുന്നു. പുല്ലുള്ളയിടത്ത് കാട്ടുകഴുത ചിനയ്ക്കുമോ? തീറ്റി തിന്നുമ്പോൾ കാള മൂക്കുറയിടുമോ? രുചിയില്ലാത്തത് ഉപ്പുകൂടാതെ തിന്നാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? ഇയ്യോബ് പറയുന്നത്, ഞാൻ നിലവിളിക്കുന്നു, എൻ്റെ കഷ്ടത നിങ്ങൾക്ക് കാണാവുന്നതാണ്, എന്നാൽ നിങ്ങൾ യാതൊരു ദയയും എന്നോട് കാണിക്കുന്നില്ല. ഞാൻ യാതൊരു കഷ്ടത്തിലും അല്ലാത്തതുപോലെയാണ് നിങ്ങൾ എന്നോട് ഇടപെടുന്നത്.
അങ്ങനെ ഞാൻ കഷ്ടത്തിലായിരുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിലവിളിക്കുമായിരുന്നില്ല. കഴുത പുല്ല് തിന്നുമ്പോൾ എന്തെങ്കിലും തിന്നുവാൻ കിട്ടുന്നതിനായി അത് കരയുകയില്ല എന്ന് ഇയ്യോബ് പറയുന്നു. അതുപോലെ തന്നെ വേദനിക്കുന്നതൊന്നും ഇല്ല എങ്കിൽ താൻ കരയുകയില്ല എന്നാണ് ഇയ്യോബ് പറയുന്നത്. ഇത് വെറുതെ വിളിച്ച് പറയുന്നതല്ല. ഞാൻ ശരിക്കും കഷ്ടപ്പെടുകയാണ്, എനിക്ക് ഭയങ്കരമായ വേദനയുണ്ട്. തൻ്റെ കഷ്ടതയുടെ ആധിക്യം സ്നേഹിതരെ മനസ്സിലാക്കുവാൻ ഇയ്യോബ് പരിശ്രമിക്കുന്നു. 6-7 വാക്യങ്ങളിൽ രുചിയില്ലാത്തത് ഉപ്പ് കൂട്ടാതെ തിന്നാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? തൊടുവാൻ എനിക്ക് വെറുപ്പ് തോന്നുന്നത് എനിക്ക് അറുപ്പുള്ള ഭക്ഷണമായിരിക്കുന്നു. എലീഫസിൻ്റെ ഉപദേശം വേവിക്കാത്ത മുട്ടയുടെ വെള്ള പോലെ രുചിയില്ലാത്തതാകുന്നു എന്ന് ഇയ്യോബ് പറയുന്നു. മറ്റുള്ളവർ ഭയങ്കരമായ കഷ്ടത്തിലൂടെ പോകുമ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ഉപദേശങ്ങൾ രുചികരമല്ല, മുഷിച്ചിലുണ്ടാക്കുന്നതായിരിക്കും. അവർ സൗമ്യമായി ശ്രദ്ധിച്ചെന്ന് വന്നേക്കാം, എന്നാൽ ഉള്ളിൽ അവർ ആകെ അസ്വസ്ഥരാണ്. കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഉപദേശം കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചും സാവധാനത്തിലും വേണം. അവർക്ക് ഉപദേശങ്ങളെക്കാളേറെ സഹതാപമാണ് ആവശ്യം. ചില രോഗികളുടെ അടുത്ത് പോയി വാതോരാതെ സംസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ ഉപദേശിക്കുന്നവർക്കറിയാവുന്ന മരുന്നുകളെക്കുറിച്ചും ആശുപത്രികളെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് രോഗിയുടെ സ്വസ്ഥത കെടുത്തുന്ന ആളുകൾ. ചിലർ കഷ്ടത്തിൻ്റെ കാരണം കണ്ടുപിടിക്കുവാനുള്ള വ്യഗ്രതയിലാണ്. ഇവിടെ ഇയ്യോബിന് എലീഫസ് നൽകിയ ഉപദേശങ്ങൾ അറപ്പുള്ള ഭക്ഷണം പോലെയാകുന്നു. 8 വാക്യത്തിൽ 8-9 അയ്യോ, എൻ്റെ അപേക്ഷ സാധിച്ചെങ്കിൽ, എൻ്റെ വാഞ്ച ദൈവം എനിക്ക് നൽകിയെങ്കിൽ, എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ, തൃക്കൈ നീട്ടി എന്നെ ഖണ്ഡിച്ചു കളഞ്ഞെങ്കിൽ. അവൻ കഷ്ടതയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു. എങ്ങും എവിടെയും ഒരു സഹായവും ഇയ്യോബ് കാണുന്നില്ല. അവൻ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യുകയാണ്. അവൻ ആകെ ദുഃഖിതനാണ്. ദൈവം അവനെ നശിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഇയ്യോബ് ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിൽ ഇയ്യോബ് മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ കഷ്ടം അത്ര കഠിനമാണ്. കൂടെ സഹതപിക്കുവാൻ, ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത്രയും പ്രയോജനമായിരുന്നു. ഇവിടെ ആശ്വസിപ്പിക്കേണ്ടവർ തന്നെ കുത്തുവാക്കുകളാൽ ഉപദ്രവിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉദ്ദേശമുണ്ടെന്ന് ഇയ്യോബ് മറന്നുപോകുന്നു. 10-11 വാക്യങ്ങൾ. അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കാമായിരുന്നു. കനിവറ്റ വേദനയിൽ ഞാൻ ഉല്ലസിക്കുമായിരുന്നു. പരിശുദ്ധൻ്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. ഞാൻ കാത്തിരിക്കേണ്ടതിന് എൻ്റെ ശക്തി എന്തുള്ളൂ? ദീർഘക്ഷമ കാണിക്കേണ്ടതിന് എൻ്റെ അന്തം എന്ത്? എനിക്കൊന്നും ഓർത്ത് ജീവിക്കുവാനില്ല എന്നാണ് ഇയ്യോബ് പറയുന്നത്. എൻ്റെ ബലം കല്ലിൻ്റെ ബലമോ എൻ്റെ മാംസം താമ്രമാകുന്നുവോ എന്ന് 12 വാക്യത്തിൽ അവൻ ചോദിക്കുന്നു. ഞാൻ ആകെ വേദനയിലും ക്ഷീണത്തിലുമാണ്. എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല. 13 വാക്യം. ഞാൻ കേവലം തുണയില്ലാത്തവനല്ലയോ? രക്ഷ എന്നെ വിട്ടുപോയില്ലയോ? ഇനിയും അവൻ്റെ കരച്ചിൽ ശ്രദ്ധിച്ചാലും 14 വാക്യം. ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു, അല്ലാഞ്ഞാൽ അവൻ സർവശക്തൻ്റെ ഭയം ത്യജിക്കും. അവൻ ഇവിടെ പറയുന്നത്, എൻ്റെ സ്നേഹിതർ എന്നോട് സഹതാപം കാണിക്കുന്നില്ല. അവർക്കെന്നോട് കനിവ് തോന്നേണ്ടിയിരുന്നു, എന്നാൽ അവൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നത്രേ. 15 വാക്യത്തിൽ നാം കാണുന്നു, എൻ്റെ സഹോദരന്മാർ ഒരു തോട് പോലെ എന്നെ ചതിച്ചു, വറ്റിപ്പോകുന്ന തോടുകളുടെ ചാൽ പോലെ തന്നെ. മരുഭൂമിയിലെ ഒരു മരീചിക പോലെയാകുന്നു എൻ്റെ സ്നേഹിതന്മാർ എന്ന അർത്ഥമാണ് ഇവിടെ എബ്രായ ഭാഷയിലുള്ളത്. ഇത് മനോഹരമായ പദ്യഭാഷയാണ്. തൻ്റെ കഷ്ടത്തിൻ്റെ സമയത്ത് നടന്നു വന്ന സ്നേഹിതന്മാരെ കണ്ടപ്പോൾ ഇയ്യോബ് പറഞ്ഞു കാണും, ദൈവമേ സ്തോത്രം, ഇതാ എൻ്റെ സ്നേഹിതന്മാർ വരുന്നു. അവരെ എനിക്ക് ഈ സമയത്ത് കിട്ടിയത് എത്ര നന്നായി. അവരെന്നെ മനസ്സിലാക്കി എന്നോട് സഹതാപം കാണിക്കുമെന്ന്. അവരുടെ സഹതാപം മരുഭൂമിയിലെ ഒരു മരിപ്പച്ച പോലെ ആയിരിക്കും, എന്നാൽ അത് മരീചിക മാത്രമായിരുന്നു എന്ന് അനുഭവിച്ചപ്പോൾ ഇയ്യോബിന് മനസ്സിലായി. 16-17 വാക്യങ്ങളിൽ, നീർക്കട്ട കൊണ്ട് അവ കലങ്ങിപ്പോകുന്നു, ഹിമം അവയിൽ ഉരുകി കാണാതെ പോകുന്നു. ചൂട് പിടിക്കുന്നേരം അവ വറ്റിപ്പോകുന്നു, ഉഷ്ണമാകുമ്പോൾ അവ അവിടെ നിന്ന് പോയി പോകുന്നു. മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു തടാകം പോലെയാകുന്നു ഈ സ്നേഹിതർ എന്നത്രേ ഇയ്യോബ് പറയുന്നത്. അത് ചതിക്കുന്നതാണ്. അതിന്മേൽ നടക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കും, എന്നാൽ അതിന്മേൽ താങ്കൾ കാലെടുത്തു വെച്ച് നടക്കുവാൻ നോക്കിയാൽ താണുപോകും. ഇയ്യോബിൻ്റെ സ്നേഹിതരായി വന്നവർ അതുപോലെ ആയിത്തീർന്നു എന്ന് കാണുന്നു. ഇയ്യോബ് നൽകുന്ന ചിത്രം എത്ര വ്യക്തമാണ്.
ഇയ്യോബിൻ്റെ നിലവിളി മനുഷ്യവർഗത്തിൻ്റെ ഇന്നത്തെ കഷ്ടപ്പാടുകളുടെ വിളിയാകുന്നുവോ എന്നെനിക്കുറപ്പില്ല. തൻ്റേതായ എല്ലാ സുഖസൗകര്യങ്ങളും ആധുനിക ഉപകരണങ്ങൾ കൊണ്ടും മനുഷ്യൻ എത്രമാത്രം അസ്വസ്ഥനാണ്. അവൻ എന്തുമാത്രം സന്തോഷമില്ലാത്തവനാണ്. അവൻ ദുഃഖിതനാണ്. അവന് ഈ അത്യാധുനിക ഉപകരണങ്ങളെക്കാൾ കൂടുതൽ എന്തോ ആവശ്യമുണ്ട്. അവന് ആവശ്യം ദൈവത്തെയാണ്. ദൈവവുമായി ബന്ധപ്പെടാത്ത മനുഷ്യൻ എന്തെല്ലാം കിട്ടിയിട്ട് എന്ത് സാധിക്കുവാനാണ്? തകർന്ന കുടുംബ ബന്ധങ്ങൾ, അസ്വസ്ഥമായ സഹോദര ബന്ധങ്ങൾ. ഇവിടെ ഇന്ന് ആവശ്യം ദൈവത്തെയാണ്. അസ്വസ്ഥമായ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആവശ്യം ജീവനുള്ള ദൈവത്തെയാണ്. തുടർന്ന് ഇയ്യോബ് പറയുന്നത്, നിനക്കെന്നോട് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ പറയുക, ഞാൻ പഠിക്കുവാൻ തയ്യാറാകുന്നു എന്നാണ്. 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതത്രേ കാണുന്നത്. അവൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് നല്ലതാണ്, എന്നാൽ അത് എൻ്റെ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. നിങ്ങൾ എൻ്റെ അവസ്ഥയുടെ കാരണം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുകയല്ല. ഒരു വ്യക്തി ഡോക്ടറെ കാണുവാൻ പോയ സംഭവം ഞാൻ കേട്ടു. അയാളുടെ രോഗം വാതമാകുന്നു എന്ന് ഡോക്ടർ കണ്ടുപിടിച്ച് പറഞ്ഞു. അതൊരു ക്യാൻസർ ആയിരുന്നു. എന്നാൽ ആ രോഗി അതിനുള്ള ഡോക്ടറുടെ അടുത്തെത്തിയപ്പോഴേക്കും അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള സമയം അതിക്രമിച്ചിരുന്നു. അതത്ര ഇയ്യോബിൻ്റെ പ്രശ്നം. അവൻ പറയുന്നു, നിങ്ങൾ വന്ന് എൻ്റെ പ്രശ്നം എന്തെന്ന് കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചു, എന്നാൽ നിങ്ങൾ കണ്ടുപിടിച്ച കാരണം തെറ്റാകുന്നു. അത് ഒളിച്ചു വച്ചിരിക്കുന്ന പാപമാകുന്നെന്ന് നിങ്ങൾ പറഞ്ഞു, എന്നാൽ ഇത് അതേ അല്ല. എന്നാൽ നിങ്ങളിത് വ്യക്തമായി കണ്ടുപിടിച്ചാൽ അതിന് സഹായകമായി എന്തെങ്കിലും പറയുവാൻ കഴിയുമെങ്കിൽ അത് പറയുക. ഞാൻ നിങ്ങൾ പറയുന്നത് അതുപോലെ ശ്രദ്ധിക്കാം, അനുസരിക്കാം. ഇത് ആർക്കും പ്രയോജനമില്ലാത്തതുപോലെ വെറുതെ സമയം കളയുന്നു എന്നാണ് ഇയ്യോബിൻ്റെ പക്ഷം. ഈ 3 സ്നേഹിതർ വാസ്തവത്തിൽ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. അവർ ഇയ്യോബിനെയും അറിഞ്ഞില്ല. അവർ വാസ്തവത്തിൽ തങ്ങളെ തന്നെ പോലും അറിഞ്ഞില്ല. യഥാർത്ഥ അവസ്ഥ എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഇയ്യോബ് ഏതോ പാപം ചെയ്ത് അത് ഏറ്റുപറയാത്തതാണ് സകല പ്രശ്നത്തിനും കാരണം എന്ന ഉപസംഹാരത്തിലാണ് മൂവരും വരുന്നത്. അവൻ തൻ്റെ രഹസ്യപാപം ഏറ്റുപറയാത്തതിനാൽ അവൻ ശിക്ഷിക്കപ്പെടുന്നു എന്നത്രേ അവർ കാണുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇനി നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് വരാം. 7-ാം അധ്യായത്തിലും ഇയ്യോബ് തൻ്റെ ആ വാദം തുടരുന്നതായി കാണുവാൻ സാധിക്കും. 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. മർത്യന് ഭൂമിയിൽ യുദ്ധസേവയില്ലയോ? അവൻ്റെ ജീവകാലം കൂലിക്കാരൻ്റെ ജീവകാലം പോലെ തന്നെ. വേലക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നത് പോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെയും വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു. കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. തൻ്റെ ദുഃഖത്തിൽ നിന്നോ തൻ്റെ വേദനയിൽ നിന്നോ ഇയ്യോബിന് യാതൊരു വിടുതലുമില്ല. അവൻ രോഗത്തിൻ്റെ കാഠിന്യത്താൽ വളരെയേറെ കഷ്ടപ്പെടുന്നു. എന്നാൽ അവൻ്റെ സ്നേഹിതന്മാർ അത് അവഗണിക്കുന്നു. അതെ, അതിനെ കണ്ടില്ലാത്തതുപോലെ അവർ നടിക്കുന്നു. അവർ അവന് യാതൊരു ആശ്വാസവും ഇതുവരെ പറഞ്ഞില്ല. അവൻ്റെ ഭാര്യ, അത് ജീവിത പങ്കാളി പോലും ആത്മഹത്യ ചെയ്യുവാനാണ് അവനോട് പറഞ്ഞത്. അവൻ്റെ ഈ അവസ്ഥയിൽ അവനെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതിനാരുമില്ല. ആവശ്യത്തിലിരിക്കുന്നവരോട് നാം ഈ മനോഭാവം പലപ്പോഴും കാണിക്കാറില്ലേ? അവരെ സഹായിക്കുന്നതിന് പകരം ദ്രോഹിക്കുക. 4 മുതലുള്ള വാക്യങ്ങളിൽ കിടക്കുന്ന നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു. രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു. വെളുക്കുവോളം എനിക്ക് ഉരുളുക തന്നെ പണി. എൻ്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു. എൻ്റെ ത്വക്കിൽ പൊൻവായ്ക്കൾ അടഞ്ഞ് വീണ്ടും പഴുത്തു പൊട്ടുന്നു. എൻ്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ളത്. പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. തനിക്കുള്ള അസുഖം ഭേദമാകുവാൻ പോകുന്നില്ല എന്ന ആ ഒരു ചിന്തയാണ് ഇയ്യോബിനുള്ളതിപ്പോൾ. തൻ്റെ അവസാനം വരുന്നു, അത് വളരെ അടുത്തിരിക്കുന്നു എന്ന് ഇയ്യോബ് പറയുന്നു. അവന് അതുപോലൊരു രോഗമായിരുന്നിരിക്കാം. ഇതുപോലൊക്കെ അവൻ്റെ സ്നേഹിതന്മാർ യാതൊരു ശ്രദ്ധയും കൊടുത്തിട്ടില്ല. അവൻ്റെ വേദന അവർക്കൊരു വിഷയമായിരുന്നില്ല. അവർ അവൻ്റെ അടുത്ത് വന്നു എന്നുള്ളത് വാസ്തവം. എന്നാൽ അവർ അവന് യാതൊരു വിധത്തിലും സഹായമായിരുന്നില്ല.
അവർക്കത് മനസ്സിലായില്ല. നമ്മെ ശരിക്കും അറിയുകയും എന്നിട്ടും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥ സ്നേഹിതൻ എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഈ സ്നേഹിതർ വാസ്തവത്തിൽ ഇയ്യോബിനെ അറിഞ്ഞില്ല. അവൻ പറയുന്നത്, അവരെന്നെ മുഴുവനായി അറിഞ്ഞില്ലെങ്കിൽ പോകട്ടെ, എൻ്റെ ശാരീരിക അവസ്ഥയെങ്കിലും അവരിൽ നിന്നും അല്പം സഹതാപത്തിന് കാരണമാകേണ്ടതാണ്. എന്നാൽ അതുമില്ല. 13 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അവൻ്റെ ഭയങ്കരമായ പനി ബോധക്കേടിലേക്കും മതിഭ്രമത്തിലേക്കും അവനെ നയിച്ചു എന്ന് തോന്നുന്നു. 17 മുതൽ നാം വായിക്കുമ്പോൾ സമാധാനത്തോടെ മരിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്നവൻ ആശിക്കുന്നു. ദൈവം അവനെ വെറുതെ വിട്ടിരുന്നെങ്കിൽ എന്നവൻ ആശിക്കുകയാണ്. താൻ പരീക്ഷിക്കപ്പെടുന്നു എന്ന് അവന് തോന്നുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം പിൻപിൽ എന്താണുള്ളതെന്ന് അവന് യാതൊരു പിടിയുമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അത്രയും ആശ്വസിക്കാമായിരുന്നു. എന്നാൽ ഒക്കെ അന്ധകാരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇയ്യോബ് പാപം ചെയ്തു എന്ന വിഷയം അവർ ഉയർത്തി എന്ന് തോന്നുന്നു. താൻ തെറ്റൊന്നും ചെയ്യാത്തവനാണെന്ന് ഇയ്യോബ് അവകാശപ്പെടുന്നില്ല. താൻ പാപം ചെയ്തിട്ടുണ്ട് എന്നവൻ സമ്മതിക്കുന്നു. എന്നാൽ ഒരു മഹാപാപി എന്ന പോലെ തന്നോട് മാത്രം എന്താണ് ഈ പ്രത്യേക വിധത്തിൽ ദൈവം ഇടപെടുന്നത്? താൻ അതുപോലെ ഒരു പാപി അല്ലാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് അവൻ്റെ ജീവിതം ഒരു ഭാരമായിരിക്കണം? എന്തുകൊണ്ട് ദൈവം അവനോട് കരുണ കാണിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവം തൻ്റെ പാപം ക്ഷമിക്കുന്നില്ല? എന്തുകൊണ്ട് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നില്ല? അവൻ്റെ സംശയം അവൻ അർഹിക്കുന്നതിലും അധികം അവന് കഷ്ടം വന്നു ഭവിക്കുന്നു എന്നതത്രേ. ഇയ്യോബിൽ തൻ്റെ സത്യസന്ധതയുടെ ഒരു തകർച്ച നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു വ്യക്തിയുടെ സത്യസന്ധത തകർന്നെന്നാൽ അവൻ സാത്താൻ്റെ ആക്രമണത്തിന് വളരെയേറെ സാധ്യതയുള്ളൊരു സ്ഥാനത്താകും. ആദ്യം നമ്മിലെ ഈ ഗുണങ്ങളെ എടുത്തു മാറ്റുവാൻ സാത്താൻ ശ്രമിക്കും. ജീവിതത്തെ സ്വന്തം കഴിവുകൾ കൊണ്ടും മിടുക്കുകൊണ്ടും നേരിടുവാൻ ശ്രമിക്കുന്ന അനേകർക്കും സംഭവിക്കുന്ന പ്രശ്നം ഇതത്രേ. ഒന്നുകിൽ അവൻ കുപ്പി പൊട്ടിക്കുവാൻ ശ്രമിക്കും, അല്ലാത്ത പക്ഷം പാപത്തിൽ വീഴ്ത്തും. ഇപ്പോൾ സാത്താൻ ഇയ്യോബിനെ ആക്രമിക്കുവാൻ ഒരവസരം ഉണ്ടായിരിക്കുന്നു. കാരണം അവൻ്റെ സത്യസന്ധത തകർന്നിരിക്കുന്നു. ഇതത്ര ഇയ്യോബിൻ്റെ അവസ്ഥ. ഇതിൻ്റെ എല്ലാം നടുവിൽ ഇയ്യോബ് തകരുമോ? മുൻപോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എലീഫസിൻ്റെ ആരോപണങ്ങൾക്ക് ഇയ്യോബ് മറുപടി നൽകി. അടുത്തത് ബിൽദാദിൻ്റെ ഊഴമാണ്. അവൻ ഇയ്യോബിൻ്റെ മേൽ ആക്രമണം അഴിച്ചുവിടുകയാണ്. ബിൽദാദ് ഒരു പാരമ്പര്യവാദിയാകുന്നു എന്നോർക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ. പഴമക്കാരുടെ അറിവും അവരുടെ ശാസ്ത്രവുമൊക്കെ നോക്കുവാനാണ് അവൻ ആവശ്യപ്പെടുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ അവൻ്റെ വാദം നാം കാണുന്നത്, നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക, അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചു കൊള്ളുക എന്നാണ്. പഴയ കല്ലുകളും സാധനങ്ങളും ഒക്കെ പറക്കിയെടുത്ത് അവയിൽ നോക്കിയിട്ട് വർഷങ്ങൾക്ക് മുൻപ് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ബിൽദാദ്. ഈ പരിണാമവാദി വാസ്തവത്തിൽ ഒരു പാരമ്പര്യവാദിയാകുന്നു. ഒരു വലിയ പങ്കാളുകൾ ഇത് ഗ്രഹിച്ചിട്ടില്ല. നാം കരുതുന്നത് അവനാണ് യഥാർത്ഥ ആധുനിക സിദ്ധാന്തം പഠിപ്പിക്കുന്നത് എന്നത്രേ. പരിണാമവാദി ഭൂതകാലത്തിൽ ആശ്രയിക്കുന്നു. എന്നിട്ട് തനിക്ക് തെളിയിക്കുവാൻ കഴിയാത്ത ചില പൂർവ്വസംഗതികൾ ഊഹിച്ചു വിളിച്ചു പറയുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള 2 വിശദീകരണം മാത്രമേ ഉള്ളൂ. ഒന്ന് സൃഷ്ടിപ്പ്, മറ്റേത് അനുമാനം. പരിണാമ സിദ്ധാന്തം അനുമാനം മാത്രമാകുന്നു, ഊഹം. ഒരു അസ്ഥി കുഴിച്ചെടുത്ത് അതിൻ്റെ തീയതി നിശ്ചയിക്കുവാനും ഒരു പ്രത്യേക കാലയളവിൽ ഉണ്ടായിരുന്നതാകുന്നു എന്ന് തരംതിരിക്കുവാനും ശ്രമിക്കുന്നു. എന്നിട്ടത് മനുഷ്യൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെടുത്തുന്നു. എന്നാൽ അത് ആർക്കാണ് അറിയാവുന്നത്? അതിനെന്താണ് തെളിവ്? ഇയ്യോബിൻ്റെ ഈ പുസ്തകം അതേ ചോദ്യമാണ് ചോദിക്കുവാൻ പോകുന്നത്. 38-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നത്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു ഇയ്യോബേ? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന വാദമാണ് ബിൽദാദ് ഉപയോഗിക്കുവാൻ പോകുന്നത്. ഒത്തിരി പഴമൊഴികൾ അവനറിയാം. സദൃശവാക്യങ്ങളും ഭക്തിയോടുകൂടിയ ഭാഷണങ്ങളും അവൻ്റെ കൈവശം ആവശ്യം പോലെയുണ്ട്. എന്നാൽ അവൻ പുതുതായിട്ടുള്ള യാതൊന്നും പറയുന്നില്ല എന്നത് വാസ്തവമാണ്. അവൻ എലീഫസിനേക്കാൾ ക്രൂരനായ വ്യക്തിയാണ്. അവൻ ഇയ്യോബിൻ്റെ മേൽ ചാടി വീണ് അവനെ കൂടുതൽ വേദനിപ്പിക്കുന്നു. അവൻ ഇയ്യോബിനെ ഒരു വിധത്തിലും സഹായിക്കുന്നില്ല. ഇയ്യോബിൻ്റെ സുഹൃത്തായി നാം കണക്കാക്കുന്ന ബിൽദാദ് ഇവനത്രേ. 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, എത്രത്തോളം നീ ഇങ്ങനെ സംസാരിക്കും? നിന്റെ വായിലെ വാക്കുകൾ വങ്കാറ്റ് പോലെ ഇരിക്കും. ഈ മനുഷ്യർ വാസ്തവത്തിൽ ചില നല്ല വാചകങ്ങൾ തൊടുത്തുവിടുന്നു.
ഇതൊരു നല്ല പ്രത്യുത്തരമാകുന്നു. ഇത് അവർ തമ്മിൽ അല്പം തട്ടിയും മുട്ടിയുമുള്ള സംസാരമാകുന്നു. അവർ ബുദ്ധിമാന്മാരായ മനുഷ്യരാകുന്നു. ബിൽദാദ് ഇയ്യോബിലേക്ക് കത്തി കടത്തി അല്പമൊന്ന് വെട്ടിച്ചെന്നിട്ട് അവൻ പറയുന്നത്, ഇയ്യോബേ, നിന്നെ ശ്രദ്ധിക്കുന്നത് കാറ്റടിക്കുന്നത് ശ്രദ്ധിക്കുന്നതിന് തുല്യമാണ്. നീ പെട്ടെന്ന് പറന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. വാസ്തവത്തിൽ അവരെല്ലാം അല്പം കാറ്റ് കൂടുതലുള്ളവരാണെന്ന് തോന്നുന്നില്ലേ? ഇയ്യോബ് ഉൾപ്പെടെ എല്ലാവരും. ഇയ്യോബിൻ്റെ കാര്യത്തിലും അല്പം പിശകുള്ളതായി മുൻപോട്ട് പോകുമ്പോൾ നാം കാണുന്നതാണ്. അതുകൊണ്ട് ബിൽദാദിൻ്റെ ഈ അഭിപ്രായ പ്രകടനം ഇയ്യോബിൻ്റെ കാര്യത്തിൽ ചിരിക്കു വക നൽകുന്നതാണ്. ഈ ബുദ്ധിശാലികളുടെ വാക്കുകൾ കേൾക്കുവാൻ ഇതിനോടകം ഒരു കൂട്ടം ആളുകൾ അവിടെ കൂടി വന്നിരിക്കും. ഇന്നത്തെ കാലത്ത് ഒരു പന്തുകളി കാണുന്നത് പോലെ രസകരമായിരുന്നു ആ കാലത്ത് ഈ സംവാദം കേൾക്കുന്നത്. ഇയ്യോബിൻ്റെ വാക്കുകൾ കൊടുങ്കാറ്റ് പോലെയാണ്. നിശിതമായ ആവലാതിയുടെ ശക്തമായ പ്രവാഹം. ഇപ്പോഴും ദൈവത്തിനെതിരെ കഠോര ആരോപണങ്ങൾ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ. 8:3 ദൈവം ന്യായം മറിച്ച് കളയുമോ? സർവശക്തൻ നീതിയെ മറിച്ച് കളയുമോ? ബിൽദാദ് വാസ്തവത്തിൽ പറയുന്നത്, ഇയ്യോബേ, നിന്റെ നേരെ വരുന്നത് തന്നെയാണ് വാസ്തവത്തിൽ നിനക്ക് കിട്ടുന്നത്. നീ നിന്നെ തന്നെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതിൻ്റെ അർത്ഥം നിന്റെ ജീവിതത്തിൽ ഏതോ വലിയ പാപമുണ്ട്. നീ അർഹിക്കുന്നത് തന്നെ നിനക്ക് കിട്ടുന്നു എന്നത്രേ. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾ കേൾപ്പിച്ചു കളഞ്ഞു. ബിൽദാദ് ആ പറഞ്ഞത് ഭയങ്കരമായിപ്പോയി. അവൻ പറയുന്നത്, ഇയ്യോബിൻ്റെ മക്കൾ കൊല്ലപ്പെട്ടതിന് കാരണം അവർ പാപികളായിരുന്നു എന്നതത്രേ. അതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയെ മുറിവേൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു സംസാരം എനിക്ക് ചിന്തിക്കുവാൻ കൂടി കഴിയുന്നില്ല. അത് പറയുവാൻ ബിൽദാദിന് യാതൊരു അവകാശവുമില്ലായിരുന്നു. അവൻ്റെ മക്കൾ ആ കാരണത്താലല്ല നശിപ്പിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ മുതൽ ദൈവം ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മക്കളുടെ കാര്യം പറഞ്ഞ് പലരും ഈ വിധത്തിൽ അന്യോന്യം മുറിപ്പെടുത്താറുണ്ട്. ഇത് ഭയങ്കരമാണ്. ചിലരുടെ കാര്യത്തിൽ അത് വാസ്തവമായിരിക്കും. എന്നാലും അതിൽ ഒരു വിധി കൽപ്പിക്കുന്നത് നമ്മുടെ ജോലിയല്ല. നാം അങ്ങനെ ചെയ്യുന്നത് ശരിയാകുകയില്ല. 8-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. ഇയ്യോബേ, നീ മുല്ലപ്പൂ പോലെ വെളുത്ത് ശുദ്ധനാകുന്നെങ്കിൽ അങ്ങനൊരു ചിന്തയാണല്ലോ നീ നൽകിയത്. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും, നിന്നെ സൗഖ്യമാക്കും, നഷ്ടപ്പെട്ടതൊക്കെ യഥാസ്ഥാനപ്പെടുത്തും. എന്നാൽ ഇപ്പോൾ കാണുന്നതിനനുസരിച്ച് പറഞ്ഞാൽ എന്തോ കാര്യമായ തകരാറുണ്ട്. ദൈവവുമായുള്ള ബന്ധത്തിൽ കുഴപ്പമൊന്നുമില്ല എങ്കിൽ പിന്നെ അവൻ എന്തിനാണ് നിന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? 7-ാം വാക്യം, നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. വാസ്തവത്തിൽ അതാണ് സംഭവിക്കുവാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധികളെല്ലാം കഴിയുമ്പോൾ ഇയ്യോബ് വളരെയേറെ പുരോഗമിക്കും. അവനുള്ളതെല്ലാം ദൈവം ഇരട്ടിയാക്കി കൊടുക്കുവാൻ പോകുകയാണ്. അത് നാം കാണുന്നതാണ്. 8-ാം വാക്യം, നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക, അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചു കൊള്ളുക. ബിൽദാദ് ആ പഴയ സിദ്ധാന്തം പറഞ്ഞ് ഫലിപ്പിക്കുവാൻ പോകുകയാണ്. എല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന സിദ്ധാന്തപ്രകാരമാണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ബിൽദാദ് പറയുവാൻ പോകുന്നു. പണ്ടത്തെ പറച്ചിലുകളായ അനേകം കാര്യങ്ങൾ ബിൽദാദ് ഇവിടെ പറയുവാൻ പോകുന്നു. ഇന്ന് അനേകരും ഇതുപോലുള്ള പഴയ കണക്ക് കൂട്ടലുകൾക്കും മാമൂലുകൾക്കും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നത് നാം കാണുന്നു. പണ്ട് മുതൽക്കേ ഇങ്ങനെയാണ്, അതിൽ നിന്നും വ്യത്യാസപ്പെടുവാൻ പോകുന്നില്ല. ഇയ്യോബിന് ഇപ്പോൾ ഈ അസുഖം വന്നതിന് കാരണം അവൻ്റെ ദിശ ശരിയല്ല. ഇപ്പോൾ ദോഷകാലമാണ്, അല്ലെങ്കിൽ ഒടുവിലുണ്ടായ കുഞ്ഞിൻ്റെ നാൾ ദോഷമാണ്. ഇപ്പോൾ വെച്ച വീടിൻ്റെ ദർശനം ശരിയായില്ല. ഈ മാസം ആദ്യം കണ്ട ശകുനമാണ് ഇതിനെല്ലാം കാരണം. ഇയ്യോബിൻ്റെ ജാതകം നോക്കിയാൽ ഇങ്ങനെ വരുമെന്നുണ്ട്. ആ പരുവിൻ്റെ ലക്ഷണം കണ്ടാൽ തന്നെ അറിയാം ഒന്ന് പ്രശ്നം വെച്ച് പരിഹാരം വരുത്തിയാൽ മതിയെന്ന്. പഴമക്കാരോട് ചോദിക്കൂ, ഇതൊന്നും യാദൃച്ഛികമല്ല. ഒരു വീട്ടിൽ എന്തെങ്കിലും രോഗം വന്നാൽ, കല്യാണപ്രായം കഴിഞ്ഞിട്ടും കല്യാണം നടക്കാതെ കുട്ടി നിന്നാൽ, ആർക്കെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഒരു 100 കൂട്ടം കാരണങ്ങളുമായി മനുഷ്യർ വരും. അതുപോലെ തന്നെ പരിഹാരങ്ങളും. രാഹു, ഗുളികൻ, ശുക്രൻ, ശനി, വ്യാഴം, അങ്ങനെ ഓരോന്ന്. എന്നാൽ ഇയ്യോബിൻ്റെ കാര്യത്തിൽ ഇതൊന്നുമല്ല വാസ്തവം എന്ന് നമുക്കറിയാം. അവൻ്റെ പ്രശ്നം എന്തെന്ന് ദൈവവചനം തന്നെ വ്യക്തമാക്കുന്നു. ഏതായാലും ബിൽദാദിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. 9-ാം വാക്യം, നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ, ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ.
നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരും. ഇത് വാസ്തവമായ ഒരു പ്രസ്താവനയാണ്. തനിക്ക് യാതൊന്നും അറിയില്ല എന്ന് ബിൽദാദിന് തോന്നുന്നു. അതല്ല ഇവിടുത്തെ അർത്ഥം. അവൻ അർത്ഥമാക്കുന്നത് ഇയ്യോബിനൊന്നും അറിയില്ല എന്നത്രേ. എന്നിരുന്നാലും ഈ പ്രസ്താവന ബിൽദാദിനെ സംബന്ധിച്ചും സത്യമാണ്, പരിണാമവാദിയെ സംബന്ധിച്ചും അത് സത്യമാണ്, നിങ്ങളെയും എന്നെയും സംബന്ധിച്ചും അത് സത്യമാണ്. നാം ഇന്നലെ ഉണ്ടായവരാണ്. ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിൽ ഇന്നലത്തെ മഴയ്ക്ക് കുരുത്ത തകരയാണ് മനുഷ്യൻ. അവൻ വളരെ നാളുകളായി ഇവിടെ ഉള്ളവനല്ല. മനുഷ്യൻ രംഗത്ത് വരുന്നതിന് വളരെ മുൻപേ, അതെ, സഹസ്രാബ്ദങ്ങളായി ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മോട് പറയുവാൻ അവൻ തയ്യാറല്ല. കഴിഞ്ഞ കാല നിത്യതയെക്കുറിച്ച് ഞാൻ അത്ര തൽപരനല്ല. എന്നാൽ ഇന്നു മുതൽ മുൻപോട്ട് നോക്കുമ്പോൾ ഉള്ള ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ അവൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്നതിൽ ഞാൻ തൽപരനാണ്. കാരണം ആ സമയത്ത് ഞാനും കാണും എന്നതത്രേ. അവർ നിനക്ക് ഉപദേശിച്ച് പറഞ്ഞു തരും, തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകളെ പുറപ്പെടുവിക്കുമെന്ന് 10-ാം വാക്യത്തിൽ കാണുന്നു. ബിൽദാദ് പറയുന്നത് പഴയ കാലം നമ്മെ പഠിപ്പിക്കുമെന്നാണ്. കുറേ പാറകളും അസ്ഥികളും പറക്കിയെടുത്ത് ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചും തനിക്കെല്ലാം അറിയാമെന്ന് മനുഷ്യൻ നടിക്കുന്നു. തനിക്കറിയുവാൻ കഴിയുന്നതിലധികം മനുഷ്യൻ ഊഹിക്കുന്നു. 21-22 വാക്യങ്ങളിൽ അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും, ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയാകും. ഇയ്യോബ് ഒരു വലിയ പാപി ആയതിനാൽ ഇപ്പോൾ ഇയ്യോബ് ആയിരിക്കുന്ന അവസ്ഥ ഒന്നുമില്ല എന്നാണ് ബിൽദാദ് പറയുന്നത്. ഇയ്യോബിൻ്റെ സ്ഥാനത്തുള്ള ഒരു മനുഷ്യന് ആ പറഞ്ഞത് അത്ര സഹായകരമായ ഒന്നല്ല. ബിൽദാദ് ദൈവത്തെ അറിയാത്തവനാണെന്ന് ഓർക്കുക. അവന് ഇയ്യോബിനെയും അറിയില്ല. തന്നെ തന്നെയും അറിയുവാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് ഈ തത്വശാസ്ത്രം മുഴുവൻ പറയുന്നത്. അവനൊരു പാരമ്പര്യവാദിയാകുന്നു. ശാസ്ത്രീയമായ പരീക്ഷണങ്ങളാൽ എങ്ങനെയെല്ലാം ഉണ്ടായി എന്ന് തനിക്ക് പറയുവാൻ കഴിയുമെന്നാണ് ബിൽദാദിൻ്റെ ഭാഷ്യം. അവൻ മിടുക്കനാണ്, എന്നാൽ അവൻ അറിയില്ല. അവനെ തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്തിടുവാൻ കഴിയില്ല. നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്താക്കി സംസാരിക്കരുത്. ദൈവം എല്ലാം അറിയുന്നവനാണ്. അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക മാത്രമാകുന്നു നമുക്ക് അനുഗ്രഹമാകുന്നത്. നാം സ്വയം ക്രമീകരിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും സാധിച്ചെന്ന് വരില്ല. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഏതൊരവസ്ഥയിലും അവൻ കൂടെയിരിക്കുന്ന ദൈവമാണ്. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പഠനം തുടർന്നും ശ്രദ്ധിക്കുവാൻ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.